ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായക്കടിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോറിന് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ഒരു 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് ചേർത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 കപ്പ് പാൽ ചേർത്തിട്ട് ഇതിനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരുപാട് ലൂസ് ആകാതെ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ ലുക്കൈമത്തൊക്കെ ഉണ്ടാക്കുന്ന പോലെ കയ്യിൽ കുറേശ്ശെ മാവ് നുള്ളിയിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു നുള്ളി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ലുക്കൈമത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറേശ്ശെ മാവ് നുള്ളി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്